ഹായ്, എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അവലും പഴവും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതിനെ അവലുണ്ട എന്നൊക്കെ വിളിക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ലൊരു ഹെൽത്തി സ്നാക്കും കൂടിയാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയുടെ അളവ് ശർക്കരയുടെ മധുരം അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര ഏതാണോ അതനുസരിച്ച് ശർക്കര എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പോളം അവൽ ചേർത്ത് കൊടുക്കുക. ബ്രൗൺ കളറായ അവലായാലും വെള്ള കളറായ അവലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അത് പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. നല്ലൊരു കിലുങ്ങണ പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അവലൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അവൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി ആ സെയിം പാനിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി കൂടുതൽ നെയ്യ് ചേർക്കണവർക്ക് അത്രയും ചേർക്കാം. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴം വലിയ പീസസായിട്ട് മുറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെറിയ പീസസായിട്ട് വേണം നമ്മൾ മുറിച്ചിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പഴം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ തേങ്ങ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതെന്തായാലും ചേർത്തോളൂ. നമ്മുടെ ഈ ഉണ്ടയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. അപ്പോൾ ഇത് ചേർക്കണ്ടെന്നുള്ളവർക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തവി കൊണ്ട് തന്നെ പറ്റാവുന്ന പോലെയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവൽ പൊടിച്ചെടുക്കുമ്പോൾ അത് ഇത്ര അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ട് ഈ പഴത്തിൻ്റെ ഒപ്പം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് അരിച്ചതിന് ശേഷം നമുക്ക് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ശർക്കര നമ്മുടെ ഈ പഴത്തിലേക്കും അവലിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചോളും കേട്ടോ. 1 മിനിറ്റ് തന്നെ മതിയാവും. അപ്പോഴത്തേക്കും നന്നായിട്ട് പിടിച്ചു തുടങ്ങും. കണ്ടോ, ഇപ്പോൾ തന്നെ ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഇതിട്ടിട്ട് വഴറ്റാം. ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമ്മുടെ തവി കൊണ്ട് ഈ പഴമൊക്കെ ഒന്ന് ഉടച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പരിവായിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ നമ്മുടെ അവലും പഴവും കൂടിയിട്ടുള്ള ഈ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഈ സമയത്ത് നെയ്യ് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിവിടെ കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ശർക്കര എടുത്തുകൊണ്ടാണ് ഈ ഒരു കളറ്. അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് കളറുള്ള ശർക്കര ആയിരിക്കും കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുള്ളവർ ആ ശർക്കര ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമുക്ക് എല്ലാം നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ടയല്ലേ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയുമാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക്